ഹലോ, ഗുഡ് മോർണിംഗ്. രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ മഴ തോരു മുൻപേൻ്റെ കാര്യമൊന്ന് കേൾക്കാം. അങ്ങനെ നമ്മളുടെ ഭവിതയ്ക്കാണ് ശരിക്കും പണി കിട്ടിയത് കേട്ടോ. കാരണം അലീന വയ്യാണ്ട് കടന്നിട്ട് ഇപ്പോൾ ഭവിത ഫുൾ ഓൾ ഇൻ ഓൾ ആണ്. വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്നു, അലീനെ ശുശ്രൂഷിക്കുന്നു, അങ്ങനെ സകലമാന പണികളും ചെയ്ത് ഭവിത അങ്ങനെ വട്ടം കറങ്ങിയിരിക്കുകയാണ്. അവൾക്ക് അപ്പം മനസ്സിലാവുന്നുണ്ട് കാരണം അലീന എന്തുമാത്രം കഷ്ടപ്പെട്ടു ഇവർക്കൊക്കെ വേണ്ടിയിട്ട് എന്നുള്ളത്. അങ്ങനെ നമ്മളെ കൃഷ്ണമോൾ നോക്കുമ്പോൾ അലീന ബബിത അടുക്കളയുടെ വീതനപ്പുറമൊക്കെ തുടച്ച് നിലമൊക്കെ അടിച്ചു വരുന്നുണ്ട്. അപ്പോൾ അവളിങ്ങനെ കൈയും കെട്ടി നോക്കി നിൽക്കേണ്ടത് ഇതൊക്കെ. അതിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നീ ഇവിടെ വന്ന് കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയാണോ എന്ന് ചോദിക്കുക. അപ്പോൾ പറയാം, അല്ല ഞാനൊക്കെ ഒന്ന് കാണുമായിരുന്നു. എന്താ ഇപ്പോൾ ഈ കാണണേ, എന്താ പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പോൾ നേരിട്ട് കാണുകയാണ് അറിയും. നീ എന്താടി എന്നെ കളിയാക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. കളിയാക്കിയതൊന്നല്ല എന്നറിയും. അപ്പോൾ അറിയോ, പിന്നെ ഒരു കാര്യമുണ്ട്, പിന്നെ നീ എന്താണ് എന്നെ ഒന്ന് സഹായിക്കണം എന്നൊക്കെ പറയും. അപ്പോൾ എന്താ ഇങ്ങനെ കുറച്ച് അഹങ്കാരത്തോടു കൂടി പറയും. അപ്പോൾ നമ്മളെ കൃഷ്ണമോൾ പറയും, ഇതാ ഒരു കാര്യം ഞാൻ പറയാം, ഇങ്ങനെ അഹങ്കാരത്തോടു കൂടി അല്ലാണ്ട് എന്നോട് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ കൂടാം എന്ന് പറയും. അപ്പോൾ അല്ലയോ ഭവതി, അടിയനെ ഒന്ന് ഈ പ്രവർത്തികളൊന്ന് സഹായിച്ചാലും എന്നിങ്ങനെ പറയാണ് ഭവിത കൃഷ്ണനോട് കേട്ടോ. അപ്പോൾ കൃഷ്ണ അറിയും കാര്യം ഇതാണെങ്കിൽ എനിക്ക് കളിയാക്കൽ എനിക്ക് മനസ്സിലായി, എന്നാലും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, അലീന ചേച്ചിക്ക് വേണ്ടിയിട്ടല്ലേ. ശരി, ഇനി അടിയൻ എന്താണാവോ ചെയ്യേണ്ടത് എന്നറിയും. അപ്പോൾ ദേഷ്യപ്പെടുകയാണ് പിന്നെയും. അങ്ങനെ ഇവർ ചേച്ചി അനിയത്തി മുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയിട്ടും തമാശ പറഞ്ഞിട്ടൊക്കെ അങ്ങനെ നിൽക്കുക. അപ്പോൾ പറയുന്നത് ശരി, നീ ഒരു കാര്യമുണ്ട്, നിൻ്റെ ഡ്രസ്സുകൾ നീ പോയിട്ട് ആദ്യം അലീന ചേച്ചിയുടെ ഡ്രസ്സുകളും എല്ലാ ഡ്രസ്സുകളും കൊണ്ട് വാഷിംഗ് മെഷീനിൽ ഇടറി. അപ്പോൾ ചോദിക്കും, ഞാനോ? അതേ, അവിടെ എൻ്റെ മാനുവൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് അങ്ങോട്ട് ചെയ്താൽ മതിയെന്ന്. പിന്നെ ഒരു കാര്യം, നിൻ്റെ റൂം നീ തന്നെ വൃത്തിയാക്കണം, നിൻ്റെ ഡ്രസ്സുകൾ നീ തന്നെ കഴുകണം എന്ന് പറയുകയാണ്. അങ്ങനെ കുറേ ഓർഡറുകൾ ഇടുകയാണ് ഭവിത. ഇതെന്തപ്പോൾ ഇത് പട്ടാളച്ചിട്ടേ എന്ന് ചോദിക്കുകയാണ് കൃഷ്ണ. പറയും, കുറച്ചൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്, ഇതെല്ലാം നീയും കൂടെ കൂടണം, എനിക്ക് ഒറ്റയ്ക്കൊന്നും പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരിയെന്ന് പറയുകയാണ്. അപ്പോൾ നീ ആദ്യം പോയിട്ട് എന്നാൽ തുണികൾ കൊടുത്ത് വാഷിംഗ് മെഷീനിലിട് എന്ന് പറയാം. അത് കഴിഞ്ഞ് പിന്നെ പറയും, ഒരു കാര്യം കൂടി ഉണ്ടെന്ന് പറയും. അപ്പോൾ കൃഷ്ണമോൾ കൈ കെട്ടി ഇനി എന്താ എന്ന് പറഞ്ഞിട്ട് നിൽക്കുക. നീ എന്താണ് ഇത് കഴിച്ച പാത്രം വരെ കഴുകി വയ്ക്കണം. ഇപ്പോൾ പോയിട്ട് ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്യാൻ പറയുന്നുണ്ട്. ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്ത് താഴെ വീണിട്ടുള്ള ഫുഡ് വേസ്റ്റൊക്കെ എടുത്ത് അടിച്ചു വരി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കൃഷ്ണമോൾക്കും കൂടിയും ജോലി പകുത്ത് കൊടുക്കുകയാണ് നമ്മളുടെ ഭവിത. അങ്ങനെ രണ്ടുപേരും കൂടി ചേച്ചി അനിയത്തിയും കൂടിയും ഒറ്റക്കെട്ടായി നിന്നിട്ട് വീടൊക്കെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മളെ അലീനയ്ക്ക് ഒരു കോൾ വരികയാണ്. ആരാ വിളിക്കണേന്നറിയോ? നമ്മുടെ ശരണ്യ വീടിൻ്റെ പുറത്തിറങ്ങി നിന്നിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ഫോൺ എടുക്കുമ്പോൾ ശരണ്യക്കൊരു സംശയം, ഇത് അലീന ചേച്ചി തന്നെ അല്ലേ എന്നുള്ളൊരു സംശയമാണ്. അപ്പോൾ അലീന ചേച്ചി പറയുമ്പോൾ, ഞാൻ തന്നെ മോളെ എന്താ വിളിച്ചതെന്നൊക്കെ അപ്പോൾ എന്താ അലീന ചേച്ചി, എനിക്ക് അലീന ചേച്ചിയുടെ ഒന്ന് കാണണമല്ലോ എന്ന് പറയും. അയ്യോ മോളെ, എനിക്ക് തീരെ വയ്യല്ലോ, ഞാൻ കിടപ്പാണ് എന്നറിയാം. എന്ത് പറ്റി, ശബ്ദമൊക്കെ ഒരുമാതിരി ഉണ്ടല്ലോ പറയുമ്പോൾ, ജലദോഷമാണോ എന്ന് ചോദിക്കുക. ജലദോഷവും മേലുവേദനയും പനിയും എല്ലാം ഉണ്ട്, വൈറൽ ഫീവറാണ് അറിയാം. അയ്യോ, എനിക്കാണെങ്കിൽ ചേച്ചിയെ വണ്ടേ പറ്റുള്ളൂ, ചേച്ചി ഒരു കാര്യം ചെയ്തിട്ട് ഓട്ടോ പിടിച്ച് ഇങ്ങോട്ട് പോകാമെന്ന് പറയും. അപ്പോൾ അറിയും, മോളെ എനിക്ക് തീരെ വയ്യ, അതുകൊണ്ടാണ് അറിയും. എന്നിട്ട് എന്താ ഹോസ്പിറ്റലിൽ പോകാത്തത്? അപ്പോൾ ഇവളിങ്ങനെ കൊഞ്ചിയാണ് സംസാരിക്കുന്നത് കേട്ടോ. കുഞ്ഞു പിള്ളേർ സംസാരിക്കും പോലെയാണ് ശരണ്യ സംസാരിക്കുന്നത്. അപ്പോൾ എന്താണ് ഹോസ്പിറ്റലിൽ പോകാത്തതെന്ന് ചോദിക്കുക. അപ്പോൾ പറയും, ഹോസ്പിറ്റലിൽ അവർ കൊണ്ടുപോയില്ലേക്കുമ്പോൾ, കൊണ്ടുപോകാഞ്ഞിട്ടല്ല മോളെ, ഞാൻ പോവാഞ്ഞിട്ടാണ് എന്ന് പറയുന്നുണ്ട്. അതെന്താ പോവാത്തതെന്ന് ചോദിക്കുക. അപ്പോൾ പറയുക, വയ്യ മോളെ, അതുകൊണ്ടാണെന്ന് അറിയാം. എന്നാലും ചേച്ചീനെ എനിക്കൊന്ന് കാണുന്നത്, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയും. അപ്പോൾ എങ്ങനെ നീ ഇങ്ങോട്ട് വരും? ചേച്ചി ലൊക്കേഷൻ ഇട്ടതാണ്, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയും. അപ്പോൾ വേണ്ട മോളെ, നീ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വീട്ടുകാർ പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പറയാം, അത് സാരമില്ല, ഞാൻ അമ്മയെ കൂട്ടി വരാം എന്നൊക്കെ പറയുകയാണ്. ഈ കുട്ടി എന്നിട്ട് അമ്പലവിളി നടക്കുന്നില്ല, എനിക്ക് കാണാൻ അലീന ചേച്ചീനെ കണ്ടേ പറ്റുള്ളൂ എന്നുള്ള ഒരൊറ്റ വാശിയിൽ നിൽക്കുക. അപ്പോൾ ഞാൻ വരാം മോളെ, പിന്നെ അതല്ല, നീ ഇങ്ങോട്ട് വരുമ്പോൾ റോഹിത്തിൻ്റെ വീട്ടിലേക്ക് വന്നു എന്നുള്ളൊരു പ്രശ്നം വരും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്ത് വന്നാലും വേണ്ടില്ല, ശരണ്യയ്ക്ക് അലീന ചേച്ചീനെ കണ്ടേ പറ്റുള്ളൂ. അപ്പോൾ അവളങ്ങനെ കുഞ്ഞു കുഞ്ഞു പിടിവാശികളൊക്കെ ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ നോക്കാം മോളെ, ഞാൻ എന്തായാലും അസുഖം മാറിയിട്ട് ഞാൻ അങ്ങോട്ട് വരാം മോളെ കാണാൻ വേണ്ടിയിട്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓക്കെ പറയുകയാണ് ശരണ്യ. അത് കഴിഞ്ഞ് പിന്നെ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഭവിത ഒരു ബക്കറ്റും വെള്ളമൊക്കെ ആയിട്ട് മുകളിലോട്ട് കയറി പോവാണ്. അപ്പോൾ അവിടെ മുകളിലൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് അപ്പോഴേക്കും നമ്മളെ റോഹി പുറത്ത് തന്നെ പറഞ്ഞു, എന്താടി ഇത് ഇത്ര ബഹളം ഇവിടെ നീ എന്ന് പറയും. അപ്പോൾ ഞാൻ ഇവിടെ ക്ലീൻ ചെയ്യണോ? നീ ക്ലീൻ ചെയ്യുന്നതാണോ ഇത്ര വലിയ ബഹളം എന്ന് ചോദിക്കുകയാണ്. എന്നാൽ പിന്നെ ശബ്ദമില്ലാക്കാണ്ട് റോഹിയേട്ടനെ അങ്ങോട്ട് ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ റോഹിയേട്ടൻ്റെ റൂം ക്ലീൻ ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ, ചെയ്താൽ നന്നായിരുന്നു എന്നറിയും. പക്ഷെ ഇന്ന് മാത്രമേ ചെയ്യുള്ളൂ, നാളെ തൊട്ട് റോഹിയേട്ടൻ തന്നെ ചെയ്തോണം എന്ന് പറയാണ്.
അപ്പോൾ പറയും അതെന്താടി നീ അങ്ങനെ പറയാൻ നിൽക്കുമ്പോൾ എനിക്ക് പറ്റില്ല അതന്നെ എന്ന് പറയും. അങ്ങനെ അവിടുന്ന് പിന്നെ ബാലേന്ദ്രൻ്റെ റൂമിൽ പോയി വിളിക്കുന്നുണ്ട്. ബാലേന്ദ്രന് നോക്കുമ്പോൾ എന്താന്ന് നോക്കുമ്പോൾ ബക്കറ്റും മോപ്പൊക്കെ ആയിട്ട് നിൽക്കുക. അപ്പോൾ നീ എന്താ മോപ്പൊക്കെ ആയിട്ട് ആ റൂം ക്ലീൻ ചെയ്യാൻ വന്നതാ ആ കുറുമ്പിൽ. അപ്പോൾ പറയും ഓ അത് ശരി, എന്നിട്ട് എന്നാൽ ചെയ്തോളൂ എന്ന് പറയും. അപ്പോൾ പുറത്തൊക്കെ നോക്കുമ്പോൾ രോഹിത് ഉണ്ട്, ഞാനും ഇവിടെ ഉണ്ടെന്ന് പറയുന്നത് കൈ കൊണ്ട്. അപ്പോൾ ഓ അത് ശരി, നിന്നെ പുറത്താക്കിയിടാന്ന് വയ്ക്കും. ഭയങ്കര ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ബാലേന്ദ്രൻ ഇതൊക്കെ കാണുന്നത് ഭയങ്കര സന്തോഷം. അപ്പോൾ ബാലേന്ദ്രൻ പറയും നല്ലോണം ദിവസം ഇതിപ്പോൾ ഇന്ന് മാത്രമേ കണ്ടോ, ദിവസം ചെയ്തോളുണ്ടോ, ആരോഗ്യത്തിനും നല്ലതാ, ഇത്രയും നാളിപ്പോൾ മടി പിടിച്ചിരുന്നതല്ലേ, ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ചെയ്യുന്നത് നല്ലത് തന്നെയാണ് ഇതിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഇവള് മറ്റേ ഭവിത പറയുന്നുണ്ട് ഓ അച്ഛനും കൂടി എന്നെ ഇനി ഇതാക്കിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവന് പണിയൊന്നുമില്ലേ, അപ്പോൾ താഴ്ന്ന് വിളിച്ചറിയുക പുരപ്പുറം തൂക്കുന്ന പുത്തനച്ചി മാത്രമല്ല ഇവിടെ ഞാനൊരാളും കൂടെ ഉണ്ടേ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ. അപ്പോൾ കൃഷ്ണമോളാണ് താഴെ മുഴുവൻ വൃത്തിയാക്കുന്നത്, മോളിൽ ഭവിതയും. അപ്പോൾ പറയും ഓ അത് ശരി, അപ്പോൾ നിനക്ക് പണിയൊന്നുമില്ല ഇടാന്ന് വയ്ക്കും. അപ്പോൾ ഭവിത പറയും അത് അലീന ചേച്ചിയുടെ ബൈസ്റ്റാൻഡർ ആയതുകൊണ്ട് പണിയൊന്നും കൊടുക്കുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ അവങ്ങനെ രോഹിത് ഒരു പ്രത്യേക സ്റ്റൈലൊക്കെ എന്നെ കാണിച്ച് ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരി ശരി എന്ന് പറയുന്നിട്ട് അവൻ്റെ റൂമിലേക്കും പോവും. ബാലേന്ദ്രന് കാരണം ഇതൊക്കെ കണ്ടിട്ടേ അയാളിങ്ങനെ ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. കാരണം അയാളെ വീട്ടിൽ ഇതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ കാണിക്കുന്നത് നമ്മൾ ഭവിത വൈജയ്ക്കുള്ള ഫുഡും കൊണ്ട് ചെല്ലുകയാണ്. അപ്പോൾ വൈജ ലാപ്ടോപ്പിലിരുന്നിട്ട് ഏതാണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് ഫുഡും കൊണ്ട് ചെല്ലുന്ന സമയത്ത് പിന്നെ അമ്മ ഇത് അവിടെ വെക്കേണ്ടി വയ്ക്കുമ്പോൾ സ്ഥലമുള്ളിടത്ത് വെക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ അവരിയ്ക്കുന്ന ടേബിളിൻ്റെ ഒരു അറ്റത്ത് കൂട്ടുന്ന ഫുഡ് വെക്കുകയാണ്. എടി നീ ഇവിടെയാണോ വയ്ക്കുന്നത്, വേറെ എവിടെ നമുക്ക് സ്ഥലമില്ലേ വെക്കുകയെന്ന് പറയും. വേറെ എവിടെ അമ്മേ സ്ഥലമുള്ളത്, അവിടെയല്ലേ ഇത്തിരി സ്പേസ് ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അവിടെ വെച്ചെന്ന് പറയുന്ന മര്യാദയ്ക്ക്. അപ്പോൾ പറയും എന്നാൽ നീ എൻ്റെ തലയിലോട്ട് വെക്കുകയെന്ന് പറയും. അപ്പോൾ അമ്മയുടെ തലയിലോട്ടും സ്ഥലമില്ല, കാരണം അത്രയും പ്രശ്നങ്ങളായി കിടക്കുകയാണ് അതിൽ. അങ്ങനെ അമ്മയും മകളും കൂടെ ഒന്നും രണ്ടും അങ്ങോട്ട് പറയുകയാണ്. അപ്പോൾ പറയും നീ പിന്നെ എന്താണ് അമ്മ ഒരു കാര്യം പറയും, ഇന്നത്തോടു കൂടി റൂം സർവീസ് നിർത്തിയിട്ടോ, അമ്മ വന്ന് ഹാളിൽ വന്ന് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് പറയും. അപ്പോൾ പറയും എനിക്ക് സൗകര്യമില്ല എന്നറിയും, നീ ആരാ എന്നെ അങ്ങോട്ട് വിളിക്കാൻ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്തിരുന്ന് കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഒരു കാര്യമില്ലാണ്ട് ശരിക്കുണ്ടല്ലോ അവരെ പിടിച്ചിട്ട് പുറത്തേക്കിടാൻ വേണ്ടുന്ന ഈ അച്ഛനും മക്കളും സന്തോഷമായിട്ട് കഴിയും അവിടെ. ഇതിങ്ങനെ മറ്റുള്ളവർക്കും കൂടി ഇറിറ്റേഷൻ ഉണ്ടാക്കി, മറ്റുള്ളവരുടെ മനസ്സിലും നെഗറ്റീവ് ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി ആ വീട്ടിൽ സത്യം എൻ്റെ ഒരു ഇത് പറയണം, അങ്ങനെ ഒരു വ്യക്തി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ മെല്ലെ പിടിച്ച് പുറത്താക്കുക, അതാ ചെയ്യേണ്ടത് ശരിക്കും. ഇവരതന്നെ കാണിക്കുന്നത്. അയ്യോ ആ വീട്ടിൻ്റെ ഉള്ളിൽ ഏറ്റവും മോശം ഒരു ഇതവരാണ്. അപ്പോൾ അങ്ങനെ ഈ ഭവിതോട് തട്ടി കയറുക, പറയുക നിങ്ങളൊക്കെ കൂടെ അവൾക്ക് ദാസിപ്പണി ചെയ്തോ, എന്നിട്ട് നിങ്ങൾ അച്ഛനെ സന്തോഷിപ്പിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ പറയും മര്യാദയ്ക്ക് ഈ ഭക്ഷണം എടുത്തുകൊണ്ട് പോകാൻ പറയുകയാണ്, എനിക്ക് വേണ്ട ഞാൻ എന്താ വെച്ചാൽ ചെയ്തോളാം, നിങ്ങളാരും എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട, ഇതാണ് എനിക്ക് ഞാനൊരു വാക്ക് പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ദേഷ്യപ്പെട്ടു. അപ്പോൾ ഭവിത ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. അവസാനം ഭവിത ഭക്ഷണം എടുത്തുകൊണ്ട് പോകും, ശല്യം എന്ന് പറഞ്ഞിട്ട് ആ ഭക്ഷണം എടുത്തുകൊണ്ട് പോന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അതിൽ പിന്നെ ഈ സ്ത്രീ കാരണം ഭക്ഷണമില്ല, അവിടെ ഇരിപ്പയില്ല, കാശിനങ്ങ് ഓർഡർ ചെയ്ത വീടിൻ്റെ ഉള്ളിലെത്തും സംഭവം. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് നമ്മളുടെ ഭവിത ഫുഡും കൊണ്ട് ചെല്ലുന്നത്, ഭവിതയും കൃഷ്ണമോളും കൂടെ ഫുഡുമായിട്ട് ചെല്ലുന്നതാണ് ആർക്കാ അലീനയ്ക്ക്. അപ്പോൾ ചെല്ലുമ്പോൾ ഫുഡ് ഇങ്ങനെ കൃഷ്ണമോളുടെ കയ്യിൽ ജഗ്ഗും വെള്ളവും പിന്നെ ഗ്ലാസ്സും ഉണ്ട്. അപ്പോൾ അവിടെ വയ്ക്കും, പറയും എഴുന്നേക്കാൻ വയ്ക്കുമോ എന്ന് വയ്ക്കുമ്പോൾ ഇല്ല എനിക്ക് പറ്റില്ല, കാരണം കുറച്ചൊക്കെ കൊഞ്ചൽ അവരെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ അലീന നന്നായിട്ട് കൊഞ്ചിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് പറ്റുന്നില്ല, എന്നെ ഒന്ന് താങ്ങി പിടിച്ചിരിക്കുകയെന്ന് പറയും. അപ്പോൾ കൃഷ്ണമോൾ പറയും ഒന്ന് കാരണം കൃഷ്ണമോൾക്ക് അറിയാം അലീന കൊഞ്ചുന്നതാണ്. അപ്പോൾ പറയും എന്നിട്ട് ചേച്ചി ഒന്ന് താങ്ങി പിടിച്ചേക്കിയെന്ന് പറയും. അങ്ങനെ താങ്ങി പിടിച്ച് ഇരുത്താണ്. ഇനി കഞ്ഞി എടുത്ത് കുടിക്കുക പറയുമ്പോൾ അയ്യോ എനിക്ക് വയ്യ, ഒന്ന് കോരി തരാമോ സ്പൂണിൽ എന്നൊക്കെ ചോദിക്കുകയാണ്. അവർക്ക് ഇതെടുത്ത് കുടിക്കാനും വയ്യേ എന്ന് വയ്ക്കുമ്പോൾ ഇല്ല അല്ല പക്ഷേ എനിക്ക് ഇത് വേണ്ട എന്ന് പറയാം അലീന. അതെന്താന്ന് വയ്ക്കും, എനിക്ക് പൊറോട്ടയും ചിക്കനും മതി എന്ന് പറയും, പൊരിച്ച ചിക്കനും പൊറോട്ടയും മതി എന്ന് പറയും. അതൊന്നും പറ്റില്ല. അതായത് ഭവിത ഇപ്പം അമ്മയായിരിക്കുകയാണ് അലീനയുടെ. അതൊന്നും പറ്റില്ല, പനി പിടിച്ച് നടക്കുന്ന ആൾക്ക് ഇതേ കഴിക്കാൻ പറ്റില്ല, ഞങ്ങളൊക്കെ തന്നെയാണ് കഴിക്കുന്നത്, ഞങ്ങൾ എക്സ്ട്രാ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഇത് കഴിച്ചാൽ തരും. അപ്പോൾ പക്ഷേ എനിക്കിത് വേണ്ട, എനിക്കിപ്പോൾ ഇതാ കഴിക്കാൻ തോന്നുന്നത് പറയും, പൊറോട്ടയും ചിക്കൻ ഫ്രൈയും. അതൊന്നും പറ്റില്ല എന്നറിയും, എനിക്ക് അത് മതി എന്നറിയും. പറ്റില്ല, അപ്പോൾ കഞ്ഞി കുടിച്ചാൽ മതി, അസുഖം മാറട്ടെ എന്നിട്ട് മതി വേറെ എന്തെങ്കിലും കഴിക്കുകയെന്ന് പറയും. എന്നാൽ എനിക്ക് അസുഖം മാറിക്കഴിഞ്ഞാൽ എനിക്ക് നാളെ തരുമോ എന്ന് വയ്ക്കും. നാളെയും തരില്ല, പനി മാറട്ടെ പറയും. എന്നാൽ പിന്നെ നീ എനിക്ക് വാങ്ങി തരുമോ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് പിന്നെ വേറെ പണിയൊന്നുമില്ലേന്ന് വയ്ക്കും. അപ്പോൾ കൃഷ്ണമോൾക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ കൃഷ്ണമോൾ പറയേ ചേച്ചി ഇത് വെറുതെ കുഞ്ഞുകുട്ടികളി കളിക്കുന്ന കേട്ടോ, പൊന്നാരം കാണിക്കുന്ന ചേച്ചി എന്ന് പറയുകയാണ്. ചേച്ചിയെ കഞ്ഞാണ്ട് കോരി കൊടുത്തേക്കെന്ന് എന്നിട്ട് അവളങ്ങോട്ട് പോടും. അപ്പോൾ നീ കൊടുക്കുക എന്ന് പറയും. എനിക്ക് പണിയുണ്ട് എന്നിട്ട് അവളങ്ങോട്ട് പോകും.
എന്നിട്ട് അങ്ങനെ അവിടുന്ന് കൃഷ്ണ ബബിത ഇരുന്നിട്ട് നമ്മുടെ അലീനയ്ക്ക് കഞ്ഞി കഞ്ഞി കോരി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കഞ്ഞി ഇങ്ങനെ കോരി കൊടുക്കുമ്പോൾ അലീനത് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ. ചിരിക്കുന്നുണ്ട്, ബബിത കാണാണ്ട് ചിരിക്കുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഇടയ്ക്ക് ബബിതയുടെ കവളത്തുനിന്ന് ഇങ്ങനെ പിച്ചിട്ട് ഒരു ഉമ്മ വയ്ക്കുക. പക്ഷേ എന്താ ഈ കാണിക്കുന്നത് വയ്ക്കുമ്പോൾ പറയും, എനിക്ക് നിന്നെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ തരാൻ തോന്നുന്നു പറയുമ്പോൾ, ഇങ്ങോട്ട് വാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അറിയും എന്ന് പറയും. അങ്ങനെ അവരുടെ സ്നേഹമാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ കൃഷ്ണമോൾ എന്ത് ചെയ്യും, നേരെ പോയിട്ട് ബാലേന്ദ്രനെ വിളിച്ചുകൊണ്ട് വരികയാണ്. അച്ഛാ ഒരു കാഴ്ച കാണാൻ പറയും. അപ്പോൾ എടി നീ വലിക്കാതെ ഞാനിങ്ങോട്ട് ഇറങ്ങട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് താഴെ വരുന്ന സമയത്ത് ഇതാണ് കാണുന്നത്. അവൾ പോയി അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നു കാഴ്ച കാണാൻ. ഞാൻ പിന്നെ ഇവിടെ എന്താ കാണിച്ചു വയ്ക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങി. അയ്യോ ഞങ്ങൾ കാഴ്ച കാണാനൊന്നും വന്നതല്ലേ, ഞങ്ങളിതൊന്ന് കാണാൻ ഇതിലൊന്ന് പോയപ്പോൾ രോഗിയൊന്ന് കണ്ടിട്ട് പോവാം എന്ന് വിചാരിച്ചിട്ട് കയറിയതാന്ന് പറയും ബാലേന്ദ്രൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് അയാൾക്ക് സന്തോഷമാവണത് കണ്ടിട്ട് അങ്ങനെ അയാൾ പോവുകയാണ്, അകത്തേക്ക് തിരിച്ച് പോവുകയാണ്. കൃഷ്ണമോളും ഉണ്ട്. അങ്ങനെ കഞ്ഞി ഇങ്ങനെ കോരി കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് നമ്മളെ അലീന ഇവിടെ കവളത്തോരോ പിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഉമ്മ വയ്ക്കുന്നുണ്ട്, ചുണ്ടിൽ വയ്ക്കുന്നുണ്ട്. അപ്പോൾ എന്താ ഈ കാണിക്കണമെന്നൊക്കെ ഇവൾ പറയുന്നുണ്ട്. അങ്ങനെ ചേച്ചിയും അനിയത്തിയും തമ്മിലുള്ള ആ ഒരു സ്നേഹം, പക്ഷേ അനിയത്തി വിട്ടു കൊടുക്കുന്നില്ല, ഭയങ്കര ജാടക്കാരിയായിട്ടിരിക്കുക അമ്മയെ പോലെ തന്നെ. അത് ഇവൻ പറയുന്നുണ്ട്, അതൊരു ജൂനിയർ വൈജയാണെന്ന് നമ്മുടെ രോഹിത്ത് പറയുന്നുണ്ട് ഇടയ്ക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ മഴത്തോരു മുമ്പിലെ കഥ പോകുന്നത്. ഏറ്റവും നല്ല എപ്പിസോഡ്, ഓരോ ദിവസവും നല്ല എപ്പിസോഡുകൾ തന്നെയാണ്. പക്ഷേ ഇന്ന് കാണുമ്പോൾ ഇതാണ് നല്ല എപ്പിസോഡ് എന്ന് നമുക്ക് തോന്നും. അങ്ങനെ അത്രയും വെറൈറ്റികളാണ്. നാളെ ഇതിലും നല്ലതാണ് വരാൻ പോകുന്നത്. കാരണം അനിയത്തിമാർ രണ്ടാളും കൂടെ മുറ്റടിക്കണു, അത് കഴിഞ്ഞ് മക്കളും അച്ഛനും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണു. അങ്ങനെയുള്ള നല്ല നല്ല ഈ രംഗങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോഴും ഈ ഉടക്ക് കൊണ്ടിരിക്കുന്നുണ്ട് വൈജ, ഭയങ്കര ഉടക്ക് പരിപാടിയാണ് പക്ഷേ നമ്മളെ അലീനയ്ക്ക് എന്തോ ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു ഇത് കിട്ടുന്നുണ്ട്. അവളിങ്ങനെ ചിരിക്കുന്നുണ്ട്, കരച്ചിലും ചിരിക്കലും കൂടെ ഉള്ള ഒരു സീനും കാണിച്ചു, എന്താണെന്നറിയില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നല്ല നല്ല രംഗങ്ങളൊക്കെ വരട്ടെ, വൈജയുടെ വിഷമങ്ങളൊക്കെ മാറിയിട്ട് മാറി വരട്ടെ. പക്ഷെ ബൈദോട് പറയുന്നുണ്ട്, 23 വർഷം ഞാൻ ആ മനുഷ്യനെ വിശ്വസിച്ചതുപോലെ നിങ്ങളാരും വിശ്വസിക്കില്ല. എൻ്റെ ഈ അവസ്ഥയിൽ കൂടെ നിങ്ങൾ പോകുമ്പോൾ വേണം, അപ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ എന്നൊക്കെ ബബിതോട് പറയുന്നുണ്ട്. പക്ഷേ ആ മനുഷ്യനാണ് ആ സ്ത്രീ പറ്റിച്ചത് എന്നുള്ളത് ആ സ്ത്രീക്ക് എന്താ അറിയൂലേ, ആ മനുഷ്യൻ പാവം. അങ്ങനെ കുറേ രംഗങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾ സീരിയൽ TV കാണാൻ മറക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ പോടും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുകയാണ്. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. അതുപോലെ ബെല്ലൈക്കണൊക്കെ നമ്പർത്തി ലൈക്കൊക്കെ ചെയ്ത് നിങ്ങളുടെ കമൻറ്റുകളും പറയും. ഓക്കെ, താങ്ക് യു.